ചെയ്യാൻ പറ്റില്ല. ഗ്ലാമറൊക്കെ പ്രശ്നമല്ല. യോഗി ബാബുവിനെ ലുക്കുണ്ട് യോഗി ബാബുവിന്റെ ഫേസ് കട്ട് അല്ല അതന്നെ ഗ്ലാമർ ഇല്ലാത്തവരും ഗ്ലാമർ ഇല്ലാത്തവരും സിനിമയിൽ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലാമർ താരങ്ങൾ മാത്രം പോരാ സിനിമയിൽ അല്ലടാ. ഗ്ലാമർ ഇല്ലാത്തവരും ഈ സിനിമയിൽ വരണം. കാരണം അവർക്കും ആഗ്രഹങ്ങളുണ്ട്. അതിന്റെ ഉദാഹരണമാണ് യോഗി ബാബു, ഞാൻ, അലഞ്ചസ്റ്റല് അല്ലടാ. അപ്പൊ അതിനെക്കുറിച്ച് എന്തായാലും നല്ല രീതിയിലുള്ള ആൾക്കാർ വരട്ടെ. കാരണം യോഗി ബാബുവിനെ പോലെ ആദ്യത്തെ വെച്ചൊരു സിനിമ പിടിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വന്നിട്ടുണ്ടാവും. പക്ഷേ ഇത് നമ്മൾ ആദ്യമായിട്ടാണ് തമിഴ് മൂവി യോഗി ബാബുവിന്റെ ഫുള്ളായിട്ട് ലെങ്ത് കാണുന്നത്. അത് ക്ഷണിച്ചതിനും നന്ദിയുണ്ട്. ഞങ്ങളിപ്പോ പുറമാളായിരിക്കും സിനിമ നമ്മളെ കാണുന്നത് ആഗ്രഹമുള്ളവര് പുറമെ വിളിച്ചു കഴിഞ്ഞാൽ പടങ്ങൾ പോയി കാണാം. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട പടങ്ങൾ തിയേറ്ററിൽ പോയി കാണാറുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ടൈപ്സ് ഓഫ് മൂവികൾ വേറെ വെറൈറ്റി ഉണ്ട്, ഫാന്റസി ഉണ്ട്, പിന്നെ കുട്ടികളെ തട്ടിക്കൊണ്ടോണ സീനൊക്കെ കാണിക്കുന്നുണ്ട്. ഒരു വെറൈറ്റി നമുക്ക് പ്രണയമാണ്. ഒരു ഗ്ലാമറുള്ള പെൺകുട്ടി ഗ്ലാമറില്ലാത്തൊരു പയ്യനെ പ്രണയിക്കുന്ന ഒരു കണ്ടന്റാണ് പറയുന്നത്. അത് ഏറ്റവും പുതുമയാണ്. ഇപ്പോൾ എൻ്റെ കൂട്ടാൻ അഭിലാഷ് ആടൻ്റെ പറയും ഒരുപാട് പിന്നെ നടപ്പുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ തോന്നുന്നത് എനിക്ക്. കണ്ടപ്പോൾ അഭിലാഷ് ആടനെ പറയുമ്പോൾ തന്നെ തോന്നും യോഗയുടെ ക്യാരക്ടർ. കാരണം ഗ്ലാമർ അതല്ല ഗ്ലാമർ ഇല്ലെങ്കിലും മറ്റേ ചില പെണ്ണുങ്ങൾ ഓടി വരുമെന്ന് പറയുന്നത് മനസ്സിലായോ? അപ്പൊ അഭിലാഷ് ആട്ടയത്തിന് വരുന്നത് പിന്നെ ഗ്ലാമറിലായിട്ടും പെൺകുട്ടികൾ ഓടി വരുന്നതെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞത് എനിക്ക് അത്യാവശ്യം കാണുന്ന ബ്യൂട്ടിഫുൾ ഉണ്ട്. പക്ഷേ നമ്മളെപ്പോഴും ഒരുപാട് റീൽസ് ചെയ്യാനായിട്ട് പെൺകുട്ടികൾ വല്ലപ്പോഴും ചെയ്യുന്നുള്ളൂ. പക്ഷേ അഭിലാഷ് ആട്ടത്തിലൂടെ എപ്പോഴും വന്ന് ചെയ്യുന്നുണ്ട് ഫ്രീ ആയിട്ടൊക്കെ. അപ്പൊ അതൊക്കെ ഒരു അപ്പൊ ചെറിയൊരു അസൂയൊക്കെ ഉണ്ടല്ലേ? ചെറിയൊരു അസൂയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോ ഡിസ്പ്ലേ വെച്ചൊരു ഇത് മറ്റേ ഷോർട്ട് ഫിലിം ചെയ്തു, ജംഗിൾ സുന്ദരി. അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മളുടെ ആൾക്കാർ വല്ലപ്പോഴും ചെയ്യിപ്പിച്ച് ഒന്ന് അഭിനയിപ്പിച്ച് പോകുന്നുണ്ട്. ചെയ്യില്ല. കാരണം നമ്മൾക്ക് ടെക്നിക്കലായിട്ടും ഒരു വർക്കുമായിട്ട് ബന്ധപ്പെട്ട കാരണം ഇനിയിപ്പോൾ ജംഗിൾ സുന്ദരി ഫുൾ മൂവി ലെങ്ത് ചെയ്യാൻ വേണ്ട ഒരു 2 മണിക്കൂർ ലെങ്ത്തിൽ. അപ്പോൾ അതിൽ 5 പേരുണ്ട് അഭിനയിക്കുന്നത്. അതും പുതുമുഖങ്ങളാണ്. അപ്പോൾ നമുക്ക് ദൈവം ഒരു സമയം ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് നമ്മൾ നല്ല രീതിയിൽ വർക്കുകൾ വരും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം രേണുസുതിയുടെ വർക്കുകളുടെ അഡ്വാൻസ് കിട്ടി. അതിപ്പോൾ 23-ന് രേണുസുതിയാണ് അടുത്ത വെബ് സീരീസിലല്ലേ? 22-ാം ഷൂട്ടിംഗ്. 23 അപ്പോൾ നല്ല വർക്കുകൾ വരുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് നന്ദിയുണ്ട്. കാരണം നമ്മൾ ഇനിയും അതുപോലെയല്ല ഫോട്ടോ അല്ല, നമ്മൾ നല്ലൊരു വർക്കുകളാണ് ചെയ്യുന്നത്. അതല്ല നമ്മൾ നഗ്നതായിട്ട് അഭിനയിക്കില്ല. ചെറിയ രീതിയിലുള്ള ഫോട്ടോ ചെയ്യാം. കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ചെയ്യാം. അതെ, അത് വേണമെങ്കിൽ നമുക്ക് ഏത് സിനിമയിലാണെങ്കിൽ അത് വേണമെങ്കിൽ ചെയ്യാം. എന്നിട്ട് അത് ഇപ്പൊ ഒരു സീനിൽ വേണമെങ്കിൽ അതിൽ സ്പെരഡ ചെയ്യാം. ആ സീനിൽ വേണമെങ്കിൽ അടുത്ത് മാറ്റുകയും ചെയ്യാം അല്ലേ? അത് നിർബന്ധമില്ല. പൈനാപ്പിളെണ്ണം തട്ടിയിടുന്നൊരു ഇത് വെക്കുന്നുണ്ട്. പെരേരയുടെ നായികനെ പൈനാപ്പിളെണ്ണം തട്ടിയിടുന്നു പറയുന്നത് അല്ല, നീയുള്ള പ്രശ്നം. അപ്പൊ ഇവൻ പറഞ്ഞിട്ടാണ് ഞാനത് ചെയ്തത്. ഇവന്റെ നിർബന്ധത്തോടെയാണ് ഞാൻ ചെയ്തത് അല്ലടാ. ഇവൻ പ്രൊഡ്യൂസറല്ലേ? ഒരു പ്രൊഡ്യൂസർ പറയുന്നത് ചെയ്യേണ്ടത് അതിൽ ആക്ട് ചെയ്യുന്ന ആൾക്കാരെ കടമയാണ്. അല്ലാണ്ട് പ്രൊഡ്യൂസറുടെ തലയിൽ കയറി ഇരിക്കണല്ല. ഞാനിങ്ങനെ തലയിൽ കയറി ഇരിക്കല്ല. ഇവൻ പ്രൊഡ്യൂസറാ അല്ലടാ. അപ്പൊ പിന്നെ ഇവൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രൊഡ്യൂസർ പറഞ്ഞ എനിക്കത് ചെയ്തെടുക്കില്ല. ഞാനൊരു ആക്ടറാണ്. അതെനിക്ക് പറഞ്ഞു. ഇവൻ ഇപ്പം പ്രൊഡ്യൂസറാ. അപ്പൊ ഇവന്റെ തലയിൽ കയറി ഇരിക്കല്ല വേണ്ട. ഇവൻ പറയണത് ഞാൻ കേൾക്കണം. അതൊരു ആക്ടറിന്റെ അതിപ്പോഴുള്ള ആക്ടർ പഠിക്കണം അല്ലടാ. ഒരു പ്രൊഡ്യൂസറിനെ ബഹുമാനിക്കാൻ പഠിക്കണം. കാര്യം ഇവൻ പ്രൊഡ്യൂസറാ. അപ്പൊ ഇവൻ പറഞ്ഞോണ്ട് ഞാൻ കേട്ടു. ഇപ്പം പറഞ്ഞ അതേപോലെ അഭിനയിക്കണമെന്ന് പറയുമ്പോൾ ചെയ്തു. ഇപ്പോഴുള്ള പ്രൊഡ്യൂസർമാർ നമ്മൾ ബഹുമാനിക്കാൻ പഠിക്കണം. എന്നാലും നാളെ അവർ നമ്മളെ പൈസ മുടക്കി പടം പിടിക്കുള്ളൂ അല്ലടാ. ഒരുപാട് വർക്ക് വരുന്നുണ്ട്. ജംഗിൾ സുന്ദരിയാണ് ഇപ്പോൾ നിലവിൽ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ വേറെന്താ ഒരു വെബ് സീരീസ് രേണുസുതിയുടെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇനിയും നല്ല വർക്ക് വരും. പിന്നെ റാപ്പ് സോങ് ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അത് മറ്റേ സോണി മ്യൂസിക്കിൽ റിലീസ് ചെയ്യും. അത് പറയാം. അബാം സ്റ്റുഡിയോയിൽ ആൾക്കാരുടെ എന്താ റാപ്പ് മ്യൂസിക്കാണ് ചെയ്തത്. അത് ഉടനെ പുറത്തു വരുന്നതായിരിക്കും. അത്രയുള്ള ബിഗ് ബഡ്ജറ്റ് സംഭവങ്ങളൊക്കെ ഞങ്ങൾ രണ്ടും ചെയ്യുന്നുണ്ട്. ഞങ്ങളെ കളിയാക്കുന്നൊരു കളിയാക്കട്ടെ അല്ലടാ. അപ്പോൾ നമ്മൾ ചോറ കൈത്തൊണ്ടിക്കുന്ന സിനിമ കണ്ടു. വന്ന മൂവിയാണ്. നമ്മുടെ യോഗി ബാബു സാറാണ് അഭിനയിച്ചിരിക്കുന്നത്. അത് പിന്നെ ഒരു മാജിക്കിലൂടെ എങ്ങനെ ജീവിതത്തെ നേരിടാം, വെല്ലുവിളികളെ നിയന്ത്രിക്കുക എന്നൊരു മെസ്സേജ് ഉള്ളൊരു സിനിമയാണ്.
ഇതിൽ പ്രണയമുണ്ട്, പ്രണയത്തിൽ നിറം ഒരു ഘടകമല്ലാന്ന് തെളിയിക്കുന്നുണ്ട് ഈ സിനിമ. പക്ഷേ സിനിമ മേഖലയിൽ നിന്നും നിറം കുറഞ്ഞ നായകന്മാർ അധികം വരാറില്ല. പക്ഷേ നമ്മൾ ആരും കളിയാക്കില്ല, ജോലി പോലുള്ള ആൾക്കാർ സിനിമയിൽ നായകനെ അഭിനയിക്കുമെന്ന് പറഞ്ഞാൽ പുതുമയുണ്ട്. നല്ലൊരു രസം വന്നിട്ടുണ്ട്. ഒരു പാട്ട് അതിൽ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. നമ്മൾ ഈ ഇതിനിടെ ശ്രമങ്ങളോ ട്രൈബോ കണ്ടിട്ടില്ലായിരുന്നു. പക്ഷേ സിനിമ കണ്ടപ്പോൾ എന്തായാലും നമുക്കൊരു എന്താ പറയുക, ഒരു വൈബ് കിട്ടിയ ഒരു അത്ഭുതപരമായിട്ടുള്ളൊരു പടമാണ്. ഫാന്റസി ഇല്ലെങ്കിലും ഇല്ലാത്തവരെ വെച്ച് നായകനാക്കി ചെയ്തല്ലേ, അതാണ് ഈ പടത്തിന്റെ വ്യത്യാസം. എനിക്ക് തോന്നിയൊരു കാര്യം പറയാം. യോഗി ബാബുവിന് പകരം മുന്നോച്ചാൽ ചെയ്യാൻ പറ്റുമെന്ന് പറയാം.